എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജേഷ്. അങ്ങനെ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 33ാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് മുതൽ 6 ദിവസത്തേക്ക് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. അതായത് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് 8x16 എന്നുള്ള രീതിയാണ്. 8 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷമുള്ള 16 മണിക്കൂർ നമ്മൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഫാസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇന്ന് മുതൽ 6 ദിവസത്തേക്ക് അത് കുറച്ചുകൂടി ഒന്ന് സ്ട്രിക്റ്റ് ആക്കാനാണ് തീരുമാനം. അതായത് 8x16 എന്നുള്ള രീതി മാറ്റിയിട്ട് 5x19 എന്നുള്ള രീതിയാണ് ഇനി നമ്മൾ 6 ദിവസത്തേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാന കാരണം കുറച്ച് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു 6 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പ്രോഗ്രാം സ്കെഡ്യൂളും ഫുഡിന്റെ ടൈമിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ 8x16 എന്നുള്ളത് ഫോളോ ചെയ്യുക വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഈറ്റിംഗ് വിൻഡോ കുറച്ചു 5 മണിക്കൂറാക്കി ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഒരു 6 ദിവസവും നമുക്ക് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. നമ്മൾ ഇരുന്നു കൊണ്ടാണ് പ്രോഗ്രാം എല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. എങ്കിലും രാവിലെ മാക്സിമം ഒരു 30 മിനിറ്റ് സുംബ ഡാൻസ് ചെയ്യാനായിട്ട് ഞാൻ നോക്കും. സോ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ ഈറ്റിംഗ് വിൻഡോ കുറച്ചിട്ട് 5 മണിക്കൂറാക്കി ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 5 മണിക്കൂറിൽ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ച്, അതിനിടയ്ക്കുള്ള സ്നാക്സ്, ഇത്രയും കൊണ്ട് നമ്മൾ ഈറ്റിംഗ് വിൻഡോ സ്റ്റോപ്പ് ചെയ്യാണ്. ലഞ്ചിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് ഫാസ്റ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഈ പറയാൻ കാരണം, നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഫാസ്റ്റിംഗ് വിൻഡോ കുറച്ചധികം കൂടുതലാണ്, 19 മണിക്കൂറാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ശരിക്കും പണി കിട്ടാൻ സാധ്യതയുള്ള ഒരു ഈറ്റിംഗ് വിൻഡോ ആണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ വിൻഡോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു 6 ദിവസത്തേക്കുള്ള ഇൻട്രോ വീഡിയോസ് എല്ലാം ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അതോടൊപ്പം അതത് ദിവസങ്ങളിലുള്ള എക്സസൈസിന്റെയും അതേപോലെ തന്നെ ഫുഡിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ തന്നെ വോയിസ് ഓവർ കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു 6 ദിവസമുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ തിരിച്ചു വന്ന ശേഷം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇനി ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു, ഏകദേശം 1/2 ലിറ്റർ വെള്ളം കുടിച്ചു, 30 മിനിറ്റ് സൂംബ എക്സസൈസ് ചെയ്തു. അതിനുശേഷം 8:45 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് 2 പുഴുങ്ങിയ മുട്ടയും ഒരു ബ്രൗൺ ബ്രെഡും അല്പം ബട്ടറും ചട്ടണിയും സാമ്പാറും കഴിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് സ്റ്റാർട്ടറായിട്ട് വെജിറ്റബിൾ സൂപ്പാണ് എടുത്തത്. പക്ഷേ അതിൽ സോസ് കൂടുതലായതുകൊണ്ട് വളരെ കുറച്ച് ഞാൻ കഴിച്ചുള്ളൂ. അതിനുശേഷം ഒരു പീസ് ചപ്പാത്തിയും ചിക്കനും ബീൻസ് ഉപ്പേരിയും കുറച്ച് സാലഡും 1-2 പീസ് കോളിഫ്ലവറും സാമ്പാറിലെ കുറച്ച് കഷ്ണങ്ങളും കഴിച്ചു. അവസാനം കുറച്ച് ഫ്രൂട്ട്സ് കൂടെ എടുത്ത് കഴിച്ചു. സോ ഇതോടുകൂടെ ഇന്നത്തെ എൻ്റെ ഫുഡ് അവസാനിച്ചു. ഇനി 19 മണിക്കൂർ നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.